നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. കാണാതായ ചെങ്ങാലൂർ സ്വദേശിയുടെ മൃതദേഹം സൂര്യഗ്രാമത്തിലെ പാറമടയിൽ കണ്ടെത്തി. കുറുമാലിപ്പുഴയിൽ വൻതോതിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി കുളിക്കാനിറങ്ങിയവർക്ക് ചൊറിച്ചിലുണ്ടായതായി നാട്ടുകാർ. പറപ്പൂക്കര ഫൊറോന പള്ളിയിലെ വിശുദ്ധ ലോന മുത്തപ്പന്റെ തിരുനാൾ ആഘോഷിച്ചു. വരന്തരപ്പള്ളി തോട്ടുമുഖം പമ്പ് ഹൗസിന് സമീപത്തുണ്ടായിരുന്ന കുളിക്കടവ് പുനർനിർമ്മിക്കണമെന്ന് ആവശ്യം. നടപടി ആവശ്യപ്പെട്ട നാട്ടുകാർ. സിറ്റിസൺ ഇന്ത്യ ഫോറവും കൊടകര ഏകലവ്യ കലാകായിക സമിതിയും ആദരം 2026 സംഘടിപ്പിച്ചു. പന്തല്ലൂർ വനമാലി കുന്നത്തേരി മഠത്തിൽ മെയ് 18 മുതൽ 27 വരെ ഭാഗവത സത്രം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കഴിഞ്ഞ ദിവസം കാണാതായ ചെങ്ങാലൂർ സ്വദേശിയുടെ മൃതദേഹം സൂര്യഗ്രാമത്തിലെ പാറമടയിൽ കണ്ടെത്തി. പുല്ലോക്കാരൻ സലീഷാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച മുതൽ സലീഷിനെ കാണാനില്ലെന്ന് കാണിച്ച് കുടുംബം പുതുക്കാട് പോലീസിൽ പരാതി നൽകിയിരുന്നു. സലീഷിനായുള്ള അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് പാറമടകളുടെ ചിത്രമെടുക്കാനായി വന്ന പുതുക്കാട് പഞ്ചായത്തിലെ ജീവനക്കാർ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പുതുക്കാട് പോലീസും പുതുക്കാട് അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി പാറമടയിൽ നിന്നും മൃതദേഹം പുറത്തെത്തിച്ചു. ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു സലീഷ്. രാജിയാണ് ഭാര്യ. +2 വിദ്യാർത്ഥിനി ദേവനന്ദ മകളാണ്. കുറുമാലിപ്പുഴയിൽ വൻതോതിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. കടവിൽ കുളിക്കാനിറങ്ങിയവർക്ക് ചൊറിച്ചിലും അസ്വസ്ഥതയും ഉണ്ടായതായും നാട്ടുകാർ പറഞ്ഞു. രാപ്പാൾ ഭാഗത്താണ് നാടിനെ ആശങ്കയിലാഴ്ത്തിയ സംഭവം ഉണ്ടായിരിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് പുഴയിൽ മീനുകൾ ചത്തുപൊങ്ങുന്നത് പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വലിയ മീനുകൾ ഉൾപ്പെടെയുള്ളവ പുഴയിൽ ചത്ത നിലയിലാണ് കാണപ്പെടുന്നത്. മീൻ നാശത്തിനു പുറമെ പുഴയിലെ വെള്ളത്തിന് കടുത്ത നിറവ്യത്യാസം വന്നിട്ടുള്ളതായും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പുതുക്കാട് മേഖലയിലെ പ്രധാനപ്പെട്ട നിരവധി കുടിവെള്ള പദ്ധതികൾ പൂർണ്ണമായും ആശ്രയിക്കുന്നത് കുറുമാലിപ്പുഴയിലെ വെള്ളത്തെയാണ്. കുടിവെള്ള വിതരണം തടസ്സപ്പെടുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. സംഭവത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നും വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധിച്ച് കാരണം കണ്ടെത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. എൻ്റെ പേര് സത്യപ്രകാശൻ. ഞാനിവിടെ കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡൻ്റാണ്. നമുക്ക് ഇന്ന് ഏറ്റവും വളരെ അപകടകരമായിട്ടുള്ള ഒരു സംഭവം രാപ്പാൾ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള കടവിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. സ്ഥിരമായിട്ട് ആളുകൾ വന്ന് കുളിക്കുന്ന ഒരു പ്രദേശം. അവിടെ ആ വെള്ളത്തിൽ 14-ാം തീയതി രാത്രി മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നൊരു സംഭവം കണ്ണീര് പോലെ ഇടുന്ന വെള്ളമായിരുന്നു. ആ വെള്ളത്തിന് പൊട്ട മണവും അതേപോലെ തന്നെ അതിൽ കുളിക്കുന്നവർക്ക് ചൊറിയ, അവിടെയുള്ള മീനുകൾ ചത്തുപൊന്തുക. ഈ കുറുമാലി പുഴയുടെ പല ഭാഗങ്ങളിലായിട്ട് ഇതേ സംഭവം നടന്നുകൊണ്ടിരിക്കുക. പറപ്പൂക്കര വിശുദ്ധ ജോൺ നെബുംസിയാൻ ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ ലോന മുത്തപ്പന്റെ തിരുനാൾ ആഘോഷിച്ചു. പറപ്പൂക്കര വിശുദ്ധ ജോൺ നെബുംസിയാൻ ഫൊറോന പള്ളിയിലെ വിശുദ്ധ ലോന മുത്തപ്പന്റെ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിനത്തിൽ രാവിലെ ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ വിപിൻ കുരിശുതറ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ക്ലീറ്റസ് കിഴക്കൂടൻ സന്ദേശം നൽകി. ഉച്ചതിരിഞ്ഞ് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണം ഉണ്ടായിരുന്നു. വൈകിട്ട് തിരുശേഷിപ്പ്, ആശീർവാദം, വിശുദ്ധന്റെ തിരുസ്വരൂപം, മദ്ഹബയിലെ രൂപക്കൂട്ടിൽ പ്രതിഷ്ഠിക്കൽ എന്നിവ നടത്തി. മെയ് 23-ന് 8-ാം ഊട്ടുതിരുനാളും ആഘോഷിക്കും. ചടങ്ങുകൾക്ക് വികാരി ഫാദർ റാഫേൽ പന്നിക്കാരൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ വിനോയ് തെറ്റയിൽ, ജനറൽ കൺവീനർ റെജിൻ പാലത്തിങ്കൽ, ട്രസ്റ്റിമാരായ ആൻഡോ പുല്ലോക്കാരൻ, സിജോ പൊന്തോക്കൻ, സെക്രട്ടറി ജോൺ ചിറയത്തെ എന്നിവർ നേതൃത്വം നൽകി. വരന്തരപ്പള്ളി പഞ്ചായത്തിൽ തോട്ടുമുഖം പമ്പ് ഹൗസിന് സമീപത്തുണ്ടായിരുന്ന കുളിക്കടവ് പുനർനിർമ്മിക്കണമെന്ന് ആവശ്യം. 2018 പ്രളയത്തിലാണ് നിരവധി പേർ ഉപയോഗിച്ചിരുന്ന കുളിക്കടവ് നാശോന്മുഖമായത്. കുറുമാലിപ്പുഴയുടെ ഓരത്ത് തോട്ടുമുഖം പമ്പ് ഹൗസ് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് നിരവധി പേരാണ് അവധി ദിനങ്ങളിൽ വന്നെത്തുന്നത്. പമ്പ് ഹൗസിന് തൊട്ടടുത്തായി ഇവിടെ ഒരു കുളിക്കടവുണ്ടായിരുന്നു. പ്രദേശവാസികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇവിടെ നീന്തുവാനും കുളിക്കുവാനും വസ്ത്രം കഴുകുവാനുമായി എത്തിയിരുന്നത്. എന്നാൽ 2018 പ്രളയത്തിൽ ഈ കുളിക്കടവ് മണ്ണുമൂടി നാശോന്മുഖമായി. ഇപ്പോൾ ഈ പരിസരം
പുല്ലുമൂടി കിടക്കുകയാണ്. അവധി ദിനങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ ഇപ്പോഴും ഇവിടെ എത്തുന്നുണ്ട്. താൽക്കാലിക തടയണയ്ക്ക് താഴെ ഉരുളൻ കല്ലുകൾ നിറഞ്ഞ പ്രദേശത്താണ് ഇപ്പോൾ ആളുകൾ ഇറങ്ങി നീന്തുന്നതും കുളിക്കുന്നതുമെല്ലാം. ഇവിടെ ഉണ്ടായിരുന്ന കുളിക്കടവ് പുനഃസ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. 2018 വന്ന പ്രളയത്തിൽ തോട്ടുമുഖത്ത് ഇവിടെ നന്നായിട്ട് ജനങ്ങൾ വന്ന് കുളിച്ചിരുന്ന ഒരു കടവുണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ട് അത് തകർന്നു പോയി. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളിക്കാനോ അല്ലെങ്കിൽ മരണാനന്തര ചടങ്ങുകൾക്കോ ജനങ്ങൾക്ക് വന്ന് കുളിച്ചൊരു ബലിയിടാനോ ഇതിനൊന്നിനും പറ്റാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കടവിനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് സർക്കാരിൻ്റെ ഒരു നയമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ബഹുമാനപ്പെട്ട അഡീഷണൽ ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ കടവ് നവീകരിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്നാണ് എൻ്റെ പൊതുവായ ആവശ്യം. പമ്പ് ഹൗസിന് സമീപത്തായി ചാഞ്ഞു നിൽക്കുന്ന 2 കൂറ്റൻ മരങ്ങൾ വലിയ അപകട ഭീഷണിയാണ്. ഇവ മുറിച്ചു മാറ്റി അപകട ഭീതി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു. ഈ വിഷയത്തിൽ ഇതുവരെയും നടപടിയായിട്ടില്ല. ഈ കടവിൽ കണ്ടമാന ആൾക്കാർ, ഈ പഞ്ചായത്തിൽ മൊത്തം കുറേ ആൾക്കാർ വന്ന് കുളിക്കാറും സാധാരണ മരണാനന്തര ചടങ്ങുകൾക്കൊക്കെ വരാനുള്ളതാണ്. ഈ 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം പറ്റാതെ മണ്ണ് വന്ന് കടവ് മൂടി ആകെ ചെളി പിടിച്ച് കിടക്കുക, ഒരാൾക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. അത് അത്യാവശ്യമായിട്ട് മാറ്റി തന്നാൽ വളരെ ഉപകാരമാണ്. അതിന് ബന്ധപ്പെട്ട അധികാരികൾ നടപടി എടുക്കണം. അതുപോലെ തന്നെ ഇവിടെ ഈ 2-3 മരം വീഴാറായി നിൽക്കുന്നുണ്ട്. ആ മരം കൂടി ഒന്ന് വെട്ടി മാറ്റി തന്നെങ്കിൽ പമ്പ് ഹൗസിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ 4 പഞ്ചായത്തുകൾക്ക് കുടിവെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അതോ അത്യാവശ്യമായിട്ടൊന്ന് മാറ്റി കിട്ടുന്നത് നല്ലതാണ്. പമ്പ് ഹൗസിന് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുകയും നശിച്ചുപോയ കുളിക്കടവ് പുനഃസ്ഥാപിക്കുകയും വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കാലങ്ങളായിട്ട് ഈ കടവില്ലാത്തൊരു ബുദ്ധിമുട്ടും ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അത് തന്നെയല്ല, ഇപ്പോൾ ആൾക്കാർ കുളിക്കാൻ പറഞ്ഞ ഈ പുഴയുടെ താഴെയാണ്. അവിടെ നിറച്ച് കല്ലുകളുമായിട്ട് ഇങ്ങനെ നിന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. കാരണം ഈ വെക്കേഷൻ സമയങ്ങളിലൊക്കെ കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ല. ഇപ്പോൾ പല അപകടങ്ങൾ ഉണ്ടാകുന്ന പുഴയുടെ തീർത്തുന്ന അറിയാമല്ലോ. അപ്പോൾ ഈ കടവിൽ കുളിക്കാൻ വരുന്ന ഒരു അപകടം ഇല്ലാത്ത രീതിയിൽ ഒരു കടവുണ്ടായിരുന്നെങ്കിൽ നമുക്ക് സൗകര്യമായിട്ട് പിള്ളേർക്ക് അത്യാവശ്യം സ്ത്രീകൾക്കൊക്കെ ഒന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു പോകാനുള്ളൊരു കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതാണ് എനിക്ക് അധികാരികളായിട്ട് കൂടി പറയാനുള്ളത്. വിശ്രമ സമയം ചിലവഴിക്കാനും കുട്ടികൾക്ക് നീന്തൽ പരിശീലനത്തിനും ഉപകാരപ്രദമായ കുളിക്കടവ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ KG രവീന്ദ്രനാഥ് ഇറിഗേഷൻ വകുപ്പിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. വിഷയത്തിൽ അനുഭാവപൂർണമായ പരിഗണന ഉണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. കുറുമാലിപ്പുഴയിൽ തോട്ടുമുഖത്ത് വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസിന് സമീപത്തായി ഇവിടെ ഒരു കുളിക്കടവുണ്ടായിരുന്നു. ഈ പ്രദേശത്തുള്ള മുഴുവൻ പേർക്കും കുളിക്കുവാനും വസ്ത്രം കഴുകുവാനും നീന്താനുമൊക്കെ സൗകര്യമുണ്ടായിരുന്ന ഒരു കുളിക്കടവായിരുന്നു അത്. 2018 പ്രളയത്തിൽ മണ്ണ് മൂടി ആ കടവ് നശിക്കുകയായിരുന്നു. ഇപ്പോൾ ഇത്രയും വർഷം പിന്നിട്ടിട്ടും ആ കടവ് പുനഃസ്ഥാപിക്കാനുള്ള ഒരു ശ്രമം പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറെ ഖേദകരമായ ഒരു കാര്യം. പ്രദേശത്തുകാർക്ക് വെള്ളത്തിൽ ഇറങ്ങി നീന്തുവാനും കുളിക്കുവാനും വസ്ത്രം കഴുകുവാനും ഒക്കെ സൗകര്യപ്രദമായിരുന്ന ആ കുളിക്കടവ് പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. സിറ്റിസൺ ഇന്ത്യ ഫോറവും കൊടകര ഏകലവ്യ കലാകായിക സമിതിയും സംയുക്തമായി ആദരം 2026 സംഘടിപ്പിച്ചു. സിറ്റിസൺ ഇന്ത്യ ഫോറവും കൊടകര ഏകലവ്യ കലാകായിക സമിതിയും സംയുക്തമായി ആദരം 2026 സംഘടിപ്പിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. സിറ്റിസൺ ഇന്ത്യ ഫോറം സംസ്ഥാന പ്രസിഡന്റ് ഔസേപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു. ജീവൻ TV എക്സിക്യൂട്ടീവ് എഡിറ്റർ PJ ആന്റണി, പ്രസ് ക്ലബ് പ്രസിഡന്റ് TG അജോ, ഏകലവ്യ കലാകായിക സമിതി സെക്രട്ടറി KV ശ്രീജിത്ത്, സിറ്റിസൺ ഇന്ത്യ ഫോറം സെക്രട്ടറി PG മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഏർപ്പെടുത്തിയ ശിലാഫലകവും ക്യാഷ് അവാർഡും DYFI തൃശൂർ ജില്ലാ സെക്രട്ടറി CS സംഗീത, കോവിഡ് കാലത്തെ സേവനത്തിലൂടെ കരുത്തായ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനു വേണ്ടി സംസ്ഥാന കമ്മിറ്റി അംഗം KV ബിന്ദു, എയ്ഡ്സ് രോഗികളെയും വീട്ടുകാരെയും പരിപാലിച്ചു പോരുന്ന മുരിങ്ങൂർ സെന്റ് വിൻസെന്റ് ഫോമിനു വേണ്ടി ഫാദർ മാത്യു തടത്തിൽ, പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിനു വേണ്ടി ഫാദർ ജോർജ് താനിക്കൽ എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി. കൂടാതെ ഏകലവ്യ സമിതിക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ നൽകി സഹായിച്ചവർക്കും SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കും 100% വിജയം കരസ്ഥമാക്കിയ വിദ്യാലയങ്ങളെയും ഹരിത കർമ്മസേനയ്ക്കും പുരസ്കാരങ്ങൾ വിതരണം നൽകി.
ഡയറക്ടറാണ് തന്നിരിക്കുന്നത്. ജോസേട്ടനെ ഈ വേദിയിലേക്ക് ഹാർദമായി ക്ഷണിക്കുകയാണ്. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരിയുണ്ട്. ക്ലബിൻ്റെ രക്ഷാധികാരിയും കൂടിയാണ്. ജോയേട്ടനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇപ്പോൾ ഈ സിറ്റിസൺ ഫോർ ഉദ്ദേശിക്കുന്നത് മറ്റു പലർക്കും സാധിക്കാത്ത ഒരു വേദി, ഒരു പ്ലാറ്റ്ഫോം. അത് സൗഹൃദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഐക്യത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, മത സൗഹൃദത്തിൻ്റെ, രാഷ്ട്രീയ സൗഹൃദത്തിൻ്റെ ഒരു വേദിയാണ് സിറ്റിസൺ ഫോറം ഇപ്പോൾ ഉയർത്തി കാണിക്കുന്ന ഈ പ്ലാറ്റ്ഫോം. ഈ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് പരസ്പരം സ്നേഹത്തോടെ ആയിരിക്കാനും സഹോദര സ്നേഹത്തോടെ വർത്തിക്കാനും പരസ്പരം നമുക്ക് ഏതൊക്കെ സമൂഹത്തിൽ താഴ്ത്തപ്പെട്ടവരുണ്ടോ അവരെ ഉയർത്തുവാൻ, അറിയപ്പെടാത്തവരെ സമൂഹമധ്യത്തിൽ കൊണ്ടുവരാനും നമ്മൾ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുകയാണ്. സിറ്റിസൺസ് ഇന്ത്യ ഫോറം എന്ന് പറയുന്ന സംഘടനയാണ്. ഒപ്പം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഏകലവ്യ കലാകായിക സമിതിയുമായി സംയുക്തമായിട്ടാണ് ഈ വേദി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സിറ്റിസൺസ് ഇന്ത്യ ഫോറം കഴിഞ്ഞ ഒരു വർഷക്കാലമായി മാത്രം സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടന സമൂഹത്തിൽ നെല്ലായി പന്തല്ലൂർ വനമാലി കുന്നത്തേരി മഠത്തിൽ ഈ മാസം 18 മുതൽ 27 വരെ ഭാഗവത സത്രം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭാഗവതരത്നം പുല്ലൂർ മണ്ണമ്മ മിവർണൻ നമ്പൂതിരി ആചാര്യനായുള്ള സത്രത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നിർവഹിക്കും. ദിവസവും രാവിലെ ഭാഗവത പാരായണം, പ്രഭാഷണം, അന്നപ്രസാദം, വൈകിട്ട് സോപാന സംഗീതം, ചാക്യാർ കൂത്ത്, തിരുവാതിരക്കളി എന്നിവയും ഉണ്ടാകും. തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രഗത്ഭരായ ഭാഗവതോപാസകർ സത്രത്തിൽ പങ്കെടുത്ത് പ്രഭാഷണങ്ങൾ നടത്തും. 27-ന് രാവിലെ 10-ന് സത്രം സമർപ്പണം. കുന്നത്തേരി മഠം ഡോക്ടർ ടി രഘുനാഥന്റെ സഹധർമ്മിണി സുദർശനയുടെ 60-ാം പിറന്നാൾ സദ്യ എന്നിവയും ഉണ്ടാകും. ഇതിന്റെ ഭാഗമായി 21-ന് രാവിലെ 9:30-ന് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടക്കും. വാർത്താ സമ്മേളനത്തിൽ കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരി, ജയകുമാർ പുലിയടത്ത്, ഡോക്ടർ ടി രഘുനാഥൻ, സുദർശന രഘുനാഥ് എന്നിവർ പങ്കെടുത്തു. SSLC പരീക്ഷയിൽ ഇരട്ടകളായ സഹോദരങ്ങൾ മുഴുവൻ വിഷയങ്ങളിലും A+ നേടി വിദ്യാലയത്തിന്റെയും നാടിന്റെയും അഭിമാന താരങ്ങളായി. കൊടകര GNBHS വിദ്യാർത്ഥികളായ PR ശ്രീദേവും PR ശ്രീഹരിയുമാണ് മിന്നുന്ന വിജയം നേടിയ ഇരട്ടകൾ. മനക്കുളങ്ങര പോത്തിക്കര വീട്ടിൽ രതീഷ് നീതു ദമ്പതികളുടെ മക്കളായ ഇവർ മരത്തിലെ കൊത്തുപണി മത്സരത്തിൽ സംസ്ഥാന പ്രവൃത്തി പരിചയമേളയിലും A ഗ്രേഡ് നേടിയിരുന്നു. പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം സബിത സതീഷ് കുമാർ, PTA പ്രസിഡന്റ് പ്രശാന്ത് പുല്ലരിക്കൽ, പ്രിൻസിപ്പൽ ലതാദേവി, അധ്യാപകരായ ചാൾസ് വർഗീസ്, രഞ്ജിനി, നിമ്മി, അനിത, നിഷ, സൗമ്യ, പ്രമീള എന്നിവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി. തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികളും ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. അക്ഷയ സെന്റർ ഉടമകളുടെ കൂട്ടായ്മയായ ഫേസിന്റെ ജില്ലാ സമ്മേളനം തൃശൂരിൽ സംഘടിപ്പിച്ചു. ഫേസ് സംസ്ഥാന സെക്രട്ടറി സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി അക്ഷയ സെന്റർ ഉടമകൾക്കായി പ്രത്യേക പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചിരുന്നു. ലാൻഡ് സർവേ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനായ KD ദിലീപ് സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ എന്റെ ഭൂമി എന്ന വിഷയത്തിൽ സംരംഭകർക്ക് കൃത്യമായ പരിശീലനം നൽകി. അക്ഷയ സംരംഭകരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന അക്ഷയ കെയർ പദ്ധതിയുടെ 13ാമത് സഹായദാന വിതരണവും ചടങ്ങിൽ വെച്ച് നടന്നു. അന്തരിച്ച പെരിനനം അക്ഷയ സെന്റർ ഉടമ സജീവന്റെ കുടുംബത്തിനുള്ള ധനസഹായമാണ് സമ്മേളനത്തിൽ വെച്ച് ബന്ധുക്കൾക്ക് കൈമാറിയത്. കൂടാതെ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ വെബ്കാസ്റ്റിംഗ് പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കാൻ ചുക്കാൻ പിടിച്ച ജില്ലാ കോർഡിനേറ്റർമാരെയും അസംബ്ലി കോർഡിനേറ്റർമാരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. മണലി മടവാക്കര റോഡിൽ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച സംഭവത്തിലെ പ്രതിയെ പിടികൂടിയ മടവാക്കര സ്വദേശി കുമാരനെ CPM-ഉം DYFI പ്രവർത്തകരും ചേർന്ന് ആദരിച്ചു. CPM പുലക്കാട്ടുകര സൗത്ത് നോർത്ത് ബ്രാഞ്ചുകളും DYFI പുലക്കാട്ടുകര യൂണിറ്റിന്റെയും നേതൃത്വത്തിലായിരുന്നു ആദരവ്. CPM ഉള്ളൂർ ഏരിയ കമ്മിറ്റി അംഗം ഷീല മനോഹരൻ കുമാരനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. CPM ലോക്കൽ കമ്മിറ്റി അംഗം സന്തോഷ് ചിറ്റേടത്ത്, പഞ്ചായത്ത് അംഗം സൂര്യ അനീഷ്, DYFI ബ്ലോക്ക് കമ്മിറ്റി അംഗം ഷിമി ഷൈജു എന്നിവർ സന്നിഹിതരായി. മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബ് പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ചു വരുന്ന പ്രതിമാസ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പുകളുടെ പരമ്പരയിലെ 175ാമത് ക്യാമ്പ് ഞായറാഴ്ച നടക്കും. കൊടകര GLP സ്കൂളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്.
ഇടിമിന്നലിനും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതിശക്തമായ മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു. കാലവർഷം ആൻഡമാൻ നിക്കോബർ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ മാസം 26-ന് കാലവർഷം കേരള തീരത്ത് എത്തിയേക്കുമെന്നാണ് നിഗമനം. ആരോഗ്യകരമായ ജീവിതശൈലിയിലേക്ക് ചുവടുവയ്ക്കാൻ ഷാസ് ഫിറ്റ്നസ് എന്ന സ്ഥാപനം അത്യാധുനിക സൗകര്യങ്ങളോടും പ്രഗത്ഭരായ ട്രെയിനർമാരോടും കൂടി കൊടകര വഴിയമ്പലത്ത് ദേവസൂര്യ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഞായറാഴ്ച വൈകിട്ട് 6-ന് മിസ്റ്റർ ഇന്ത്യ അഖിൽ വിനോദ് ഉദ്ഘാടനം നിർവഹിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യ 100 മെമ്പേഴ്സിന് അഡ്മിഷൻ ഫീ സൗജന്യമാണ്. കൂടാതെ മികച്ച പാക്കേജുകളും ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. തൃക്കൂർ ഗവൺമെന്റ് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിഭാഗത്തിൽ വിവിധ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപകരുടെ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കെമിസ്ട്രി, സോഷ്യോളജി ജൂനിയർ, ബോട്ടണി ജൂനിയർ, ഹിന്ദി ജൂനിയർ വിഷയങ്ങളിലാണ് അധ്യാപകരുടെ താൽക്കാലിക ഒഴിവുകൾ ഉള്ളത്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 29-ന് വെള്ളിയാഴ്ച രാവിലെ 11-ന് അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഇന്റർവ്യൂവിനായി സ്കൂളിൽ ഹാജരാക്കണം. അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അധ്യാപകരുടെ താൽക്കാലിക ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, സുവോളജി ജൂനിയർ, കൊമേഴ്സ് ജൂനിയർ എന്നീ വിഭാഗങ്ങളിലാണ് താൽക്കാലിക അധ്യാപകരുടെ ഒഴിവുകൾ. ഈ മാസം 28-ന് രാവിലെ 11-ന് ഹയർ സെക്കൻഡറി ഓഫീസിൽ ഇന്റർവ്യൂ നടത്തും. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാക്കണം. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,385 രൂപ, പവന് 1,15,080 രൂപയും രേഖപ്പെടുത്തി. കുട്ടനെല്ലൂർ TKV നഗറിൽ ചുളക്കൽ വീട്ടിൽ പ്രൊഫസർ VJ തോമസ് അന്തരിച്ചു. 68 വയസ്സായിരുന്നു. കുട്ടനെല്ലൂർ C. അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിലെ പ്രിൻസിപ്പൽ, കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഡീൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം നടത്തി. റിട്ടയർഡ് കൃഷി വകുപ്പ് ജോയിന്റ് ഡയറക്ടറായ LC ആണ് ഭാര്യ. ഡോക്ടർ ഷാരോൺ, ഷെറിൻ എന്നിവർ മക്കളും, മെറിൻ, ജിതിൻ ഗിൽസ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കാണാതായ ചെങ്ങാലൂർ സ്വദേശിയുടെ മൃതദേഹം സൂര്യഗ്രാമത്തിലെ പാറമടയിൽ കണ്ടെത്തി. കുറുമാലിപ്പുഴയിൽ വൻതോതിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. കുളിക്കാനിറങ്ങിയവർക്ക് ചൊറിച്ചിലുണ്ടായതായി നാട്ടുകാർ. പറപ്പൂക്കര ഫൊറോന പള്ളിയിലെ വിശുദ്ധ ലോന മുത്തപ്പന്റെ തിരുനാൾ ആഘോഷിച്ചു. വരന്തരപ്പള്ളി തോട്ടുമുഖം പമ്പ് ഹൗസിന് സമീപത്തുണ്ടായിരുന്ന കുളിക്കടവ് പുനർനിർമ്മിക്കണമെന്ന് ആവശ്യം. നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ. സിറ്റിസൺ ഇന്ത്യ ഫോറവും കൊടകര ഏകലവ്യ കലാകായിക സമിതിയും ആദരം 2026 സംഘടിപ്പിച്ചു. പന്തല്ലൂർ വനമാലി കുന്നത്തേരി മഠത്തിൽ മെയ് 18 മുതൽ 27 വരെ ഭാഗവത സത്രം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.